അപ്പൊ എന്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം, എങ്ങനെയാണ് ഹിറ്റ്ലർ മരിച്ചത്? ലോക്കല് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെയിലറിൽ ഞാൻ കണ്ടപ്പോ സംഭവമാണ് കിടന്നുറങ്ങുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഷൂ റാക്കറ്റിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയാണ്. ഫുഡ് ആകെ ഒരു ബ്രെഡ്. ഒരു പടം വരക്കാരായിരുന്ന ആളാ. പടം വരയ്ക്കാനുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്ത് ആ പടം വരച്ചത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 6 മില്യൺ ജ്യൂസ് മരിക്കില്ല. സത്യം, 6 മില്യൺ ജൂതന്മാര്. എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം ജൂതന്മാരുടെ ദേഷ്യം? ഒരു ബാച്ച് കഴിഞ്ഞ് ഡെഡ് ബോഡി അവിടെ വീണെടുക്കുന്നുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ടു ഫിസിയോളജി പോഡ്കാസ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലർ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ലീഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും ക്രൂരമായ ഒരു ലീഡർ അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും ഇഷ്യൂ ഉള്ള ഒരു ഇൻസിഡന്റ് മുന്നേ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതെ അതെ, നമ്മള് പഠിക്കുന്നുണ്ടോ വേൾഡ് വാറിലൊക്കെ ഹിറ്റ്ലറിനെ കുറിച്ചൊക്കെ. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല എന്താണ് ശരിക്കും നടന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പ് 3 ക്രൂവൽറ്റീസ് ഓഫ് ഹിറ്റ്ലർ ആണ്. ഹിറ്റ്ലറിന്റെ ക്രൂവൽറ്റീസ് ഭയങ്കര സീനായിട്ടുള്ള ക്രൂവൽറ്റീസ് ആണ്. നമ്മള് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത ക്രൂവൽറ്റീസ് ആണ് നമുക്ക് പറയാം. കാരണം ആദ്യത്തെ ഈ സംഭവത്തിനെ പറ്റി പറയുമ്പോൾ മൂപ്പര് ആദ്യം ഒരു ആർട്ടിസ്റ്റ് ആവായിരുന്ന ആളാ, അതായത് ഒരു പടം വരക്കാരാവായിരുന്ന ആളാ. മൂപ്പർക്ക് എന്നിട്ട് ഇത് പടം വരയ്ക്കാനുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്തു. 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അന്ന് ആ പടം വരച്ചത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 6 മില്യൺ ജ്യൂസ് മരിക്കില്ല. സത്യം, 6 മില്യൺ ജൂതന്മാര്. എന്താ അത്രയും സീനായിട്ടുള്ള ഒരു കൊലപാതകം നമുക്ക് പറയാൻ പറ്റും. ഓരോരുത്തരും ഇങ്ങനെ ബ്രൂട്ടലായിട്ട് കൊല്ലാം, എങ്ങനെ ഇത്ര ക്രൂവലായിട്ട് എങ്ങനെ കൊല്ലാം, ഇതൊക്കെയാണ് മൂപ്പരൊരു ഐഡിയോളജി. സോ ഫസ്റ്റ് ക്രൂവാലിറ്റി പറയുകയാണെങ്കിൽ ടോപ്പ് 3 ക്രൂവാലിറ്റീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. സോ ഫസ്റ്റ് ക്രൂവാലിറ്റി ആണ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹിറ്റ്ലറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. ഹിറ്റ്ലർ ഭരണത്തിലേക്ക് വന്നു. ഹിറ്റ്ലറിന്റെ പാർട്ടിയാണ് നാസി പാർട്ടി. ഈ നാസി പാർട്ടി ഭരണത്തിലേക്ക് വന്നപ്പോ ഈ ജൂതന്മാരെ അവർക്ക് ഇഷ്ടമല്ല. ജൂതന്മാരോട് ഭയങ്കര വെറുപ്പാ. ഇവരിങ്ങനെ എടുത്തിട്ട് ഇവരെ ആ നോർമൽ ആയിട്ടുള്ള ജർമ്മനി ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ജീറ്റോസ് പറയും. ജീറ്റോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ, സിറ്റിയിൽ നിന്ന് മാറിയൊരു ഏരിയ, അധികം വൃത്തിയില്ലാത്തതും നല്ല എൻവയോൺമെന്റ് അല്ലാത്തൊരു ഏരിയയ്ക്ക് അവരെ കൊണ്ടുപോകും. എന്നിട്ട് ഈ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അതാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊണ്ടുപോയിട്ട് അവർക്ക് അവിടെ പണിയെടുപ്പിക്കുക. ഇതൊക്കെയാണ് അവരുടെ പണി. എങ്ങനെ അവരെ ടോർച്ചർ ചെയ്യുക, അവർക്ക് ജോലി കൊടുക്കുക. ഇത്രയും ജ്യൂസിനെ ഇത്രയും ടോർച്ചർ ചെയ്യുന്നുണ്ട്, ഇത്രയും എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം ജൂതന്മാരോടുള്ള ദേഷ്യം? ജൂതന്മാരോടുള്ള ദേഷ്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇവര് ലോസ്റ്റ് ആയി. ഫസ്റ്റ് വേൾഡ് വാറിൽ തോറ്റു. അവരുടെ ലാൻഡ്സ് പോയി. ഈ ലാൻഡും ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാതും ഡീൽ ചെയ്യുന്നത് ജൂതന്മാരാ. അവര് കാരണമാണ് ഇത് ചെയ്തത്. ഇവരാണ് ഈ ചോർത്തി കൊടുത്തത് ഇൻഫർമേഷൻ. അങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അത് മാത്രല്ല ഇവർക്ക് ആണെങ്കിലോ ഭയങ്കര ഹെയ്റ്റ് ആണ് ഇവരോട്. അപ്പൊ യൂറോപ്യൻസിന്റെ ഇടയിലും ഇയാളിങ്ങനെ പ്രസംഗിച്ച് ഹെയ്റ്റ് സ്പ്രെഡ് ആക്കി തുടങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആർക്കും ഇപ്പൊ ഒരാൾ പറയാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പൊട്ടിയാണ് ഇവരുടെ അടുത്ത് നിന്ന് മാറിക്കെന്ന് പറഞ്ഞ് കേട്ട് നമുക്ക് ഒരു ഇതോ. പിന്നെ യൂറോപ്യൻ കൾച്ചർ ഒരു നശിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഓരോ ആൾക്കാർ. അങ്ങനെ ഇവരെ ഒരു വെറുപ്പ് സ്പ്രെഡ് ആക്കി മുമ്പ്. എന്നിട്ട് ഈ നോർമൽ ആയിട്ടുള്ള യൂറോപ്യൻസിന്റെ അടുത്ത് നിന്ന് ഇവരെ മാറ്റാണ്. ഇവർക്ക് കുറച്ചും കൂടി ട്രീറ്റ്മെന്റ് വേണം, ഇവരെ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ട് നോർമലി ഒരു ട്രെയിനിൽ കയറ്റി കൊണ്ടുപോവാണ് ഈ ജീറ്റോസിലേക്ക്. ജീറ്റോസ് പറഞ്ഞ ഒരു സിറ്റി ഞാൻ പറഞ്ഞില്ലേ, വൃത്തിയില്ലാത്തൊരു സിറ്റി. അവിടെ നിന്നിട്ട് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിയിട്ട് അവർക്ക് ഓരോർക്ക് പണി ഇങ്ങനെ കൊടുക്കുക. അതാണ് അവരുടെ പണി. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയേണ്ടത് അവർ കിടന്നുറങ്ങുന്ന കാര്യം പറയണം. കിടന്നുറങ്ങുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഷൂ റാക്കറ്റിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയാണ്. അതായത് ഷൂ റാക്കറ്റ് പോലെ അടുപ്പിച്ചുള്ള ബെഡിൽ കിടന്നുറങ്ങണം. അത്രയും കൺജസ്റ്റഡാ. ഓക്കെ, ഈവൻ ടോയ്ലറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. ഓപ്പൺ ടോയ്ലറ്റ്സാ, 1000+ ഓപ്പൺ ടോയ്ലറ്റ്സാ. അതായത് എടുത്ത് ടോയ്ലറ്റ്സാ. അത് നമ്മൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നുണ്ട്. മൂപ്പര് മൂപ്പർക്ക് കണ്ണ് നിറഞ്ഞു പോയെന്നാ പറഞ്ഞത്. അത്രയും അപ്പോഴും ഉണ്ട് അതിന്റെ സംഭവങ്ങള്. അപ്പൊ അത് കണ്ടപ്പോ മൂപ്പരെ കണ്ണ് നിറഞ്ഞു പോയെന്ന് പറഞ്ഞത്. അത്രയും പീഡിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഇത് വന്നത്. ഈ റിപ്പോർട്ട്സ് ഒക്കെ പുറത്തു വന്നത് കുറെ ആൾക്കാരുടെ ഡയറി കുറിപ്പിലൂടെയാണ്. അങ്ങനെയാണ് റിപ്പോർട്ട്സ് പുറത്തു വരുന്നത്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഫസ്റ്റ് തന്നെ റോൾ കോൾ ഉണ്ട്. റോൾ കോൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും വന്ന് നിൽക്കണം. കാലത്തും വൈകുന്നേരം നിൽക്കണം. അപ്പൊ ഈ കാലത്ത് പോണ നേരത്തെ അവർക്ക് ഫുഡ് കൊടുക്കണം. മെന്യൂസ് ഉണ്ട്. ഫുഡ് ആകെ ഒരു ബ്രെഡ്, ഒറ്റ പീസ് ബ്രെഡ്, ഒരു സൂപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വെള്ളം. ഓക്കെ, ഉച്ചയ്ക്ക് സൂപ്പ്, രാത്രി സൂപ്പ്, വേറൊരു ഫുഡും ഇല്ല. ഈ ഫുഡ് ഇവർക്ക് കൊടുക്കാണ്ടിരിക്കാൻ എങ്ങനെയാണ് ഈ കൊടുക്കുന്ന ആൾക്കാർ ഇതാക്കണേ? അത് എങ്ങനെ അവർക്ക് കൊടുക്കാണ്ടിരിക്കാം? തട്ടിമറിച്ച് കളയാ, അല്ലെങ്കിൽ ബ്രെഡ് നിലത്തിക്കിടുക. അങ്ങനെ അവർ അത്രയും ക്രൂവാലിറ്റിയാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഡേ ബൈ ഡേ അവിടെ മരിച്ചു തുടങ്ങി. ഫുഡ് കൊടുക്കണില്ല, ഹെവി വർക്ക്, പണിഷ്മെന്റ്. ഈവൻ ഇപ്പോ രാത്രി ഒരാൾ മരിച്ചു വിചാരിക്കും, ആ ഗ്രൗണ്ടിലെടുത്ത് മരിച്ചു വിചാരിക്കും. പിറ്റേ ദിവസം വരുമ്പോൾ റോൾ കോളിൽ വിളിക്കുമ്പോൾ ആൾക്കാരോട് നിൽക്കണം. ഈ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം? ഏതാളാണ് അതിന്റെ അടുത്ത് ആ ഡെഡ് ബോഡിയുടെ അടുത്ത് വന്ന് നിൽക്കണേ, അയാളുടെ ഡെഡ് ബോഡിനെ എടുത്ത് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചു നിർത്തണം. അറ്റൻഷന്റെ പോലെ ചിൻ ഡൗൺ ആവാൻ പോലും പാടില്ല ഡെഡ് ബോഡിനെ.
അങ്ങനെ സംഭവിച്ച് നോർമൽ ആയിട്ട് നിന്നില്ലെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ ഷൂട്ട് ചെയ്യും. അത്രയും സീനായിരുന്നു അത്. അങ്ങനെ 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 ഓരോരുത്തരെ ഇങ്ങനെ ഡിസീസായി വയസ്സായി അല്ലെങ്കിൽ വയ്യാത്ത ആൾക്കാരെ അവർക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അതിലേക്ക് കൊണ്ടുപോയിട്ട് കയറ്റി വിട്ടിട്ട് സൈലോൺ ബി എന്ന് പറഞ്ഞൊരു വാതകം, ഗ്യാസ്, കൈൻഡ് ഓഫ് സൈനൈഡ് പോലത്തെ ഒരു സംഭവം ആ റൂമിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ കെമിക്കല് പോയിസൺ ആയിട്ട് അവർ മരിക്കും. അതുവരെ ബാച്ച് ആയിട്ട് നടത്താം. ഒരു ബാച്ച് കഴിഞ്ഞ് ഡെഡ് ബോഡി അവിടെ വീണെടുക്കുന്നുണ്ടാവും. അത് മാറ്റേണ്ട ജോലി അടുത്ത് കയറാൻ പോണ ബാച്ചിന്റെ ആലോചിച്ച് സീനല്ലേ. അപ്പൊ അങ്ങനെ ഈ ഡെഡ് ബോഡീസ് ഒക്കെ എടുത്ത് ഫണലിട്ട് കത്തിക്കും. ഡെയിലി പറയാ കറുത്ത പുക ഇങ്ങനെ മുകളിൽ കൂടെ പോകണം ഇങ്ങനെ കാണാന്ന് പറയാം. അത്രയും ക്രൂവാലിറ്റി. ഈ കൊല്ലണേന് മുന്നേ, ഈ ജൂതന്മാരെ കൊല്ലണേന് മുന്നേ ഹിറ്റ്ലർ എന്ത് ചെയ്യും? ഹിറ്റ്ലറിന്റെ ആൾക്കാര് ചില ജൂതന്മാർക്ക് സ്വർണ്ണപ്പല്ലുണ്ട്. സ്വർണ്ണപ്പല്ല് പറിച്ചെടുത്തിട്ട് കൊല്ലാൻ കൊണ്ടുപോകുള്ളൂ. സ്വർണ്ണപ്പല്ല് എന്നിട്ട് ഇത് റിപ്പോർട്ട്സ് പറയുന്നുണ്ട് കുന്ന് കണക്കിന് സ്വർണ്ണപ്പല്ല് കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എത്രത്തോളം ആൾക്കാരെ കൊന്നിട്ടുണ്ടാവും ആലോചിച്ചു. ഓക്കെ, അത് വേറൊരു സംഭവം. സെക്കൻഡ് ക്രൂവാലിറ്റി, രണ്ടാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ക്രൂവാലിറ്റി ആണ് മെഡിക്കൽ എക്സ്പെരിമെന്റ്സ്. ജോസഫ് മെംഗലെ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ട്. മൂപ്പര് എന്ത് ചെയ്യും? ഓരോരുത്തരെ വിളിച്ചിട്ട് എക്സ്പെരിമെന്റ് നടത്തും. വയ്യാത്ത ആൾക്കാര്, ട്വിൻസിനൊക്കെ മെയിൻ ആയിട്ട് വിളിക്കും, ചിൽഡ്രൻസ്. ഇവരെ വിളിച്ചിട്ട് ഇവരെ മേത്തിക്ക് ബാക്ടീരിയാസ്, ഫംഗസ് ഒക്കെ ഇഞ്ചക്ട് ചെയ്യും. സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ട്വിൻസിനാണ് ചെയ്യുക. കാരണം ഒരാളുടെ എക്സ്പെരിമെന്റ് ചെയ്യും, ഒരാളെ കമ്പയർ ചെയ്യാൻ വെക്കും. നോക്കി കണ്ണിലേക്ക് ആസിഡ് ഒഴിക്കുക, ഗൺ ഷോട്ട് ചെയ്തിട്ട് എത്ര നേരം സർവൈവ് ചെയ്യാൻ പറ്റും നോക്കുക. പോട്ടെ, അതൊക്കെ പോട്ടെ. വേറെ സംഭവം, കൈ മുറിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വേറൊരാളും കട്ട് ചെയ്യുക പോലെ, എന്നിട്ട് ഇയാളുടെ ബോഡി എടുത്ത് ആൾക്ക് കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുക. നമ്മള് പ്ലാന്റ് ബഡ് ചെയ്യാൻ അറിയില്ല ആ സ്കീമില്. അങ്ങനെയൊക്കെ ക്രൂവാലിറ്റീസ് ഓഫ് എക്സ്പെരിമെന്റ് അവിടെ നടത്താം. നമ്മൾ തീരെ വിചാരിക്കില്ല. പിന്നെ ചെറിയ പിള്ളേർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ ചെയ്യാം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നടന്നത്. വേറെ സ്റ്റോറി ഉണ്ട് എർണാപെഡ്രിന്റെ. കേട്ടിട്ടുണ്ട്, എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല സീരിയസ്ലി. ശരിക്കും എന്താ സ്റ്റോറി? എർണാപെഡ്രി പറഞ്ഞാൽ ഒരു ഹിറ്റ്ലറിന്റെ ഒരു പോലീസ് ഓഫീസറിന്റെ ഭാര്യ. അപ്പൊ അത്ര ഒരു ഹൈ പൊസിഷനുള്ള ആളുടെ ഭാര്യ. ആ ഒരു പെണ്ണ് ഇങ്ങനെ ട്രാവലിന്റെ ഇടയിൽ കുറച്ച് പിള്ളേര് ഡ്രസ്സൊക്കെ കയറിയിട്ട് നിൽക്കണുണ്ട് റാൻഡമായിട്ട്. അപ്പൊ അവർക്ക് മനസ്സിലായത് പിള്ളേര് ജൂത പിള്ളേരാ. എന്തോ യാത്രയിലടക്കല്ലേ കാണുന്നത്? യാത്രയിലടക്കി അപ്പൊ ഈ പിള്ളേരെ കണ്ടു ഡ്രസ്സൊക്കെ കയറി നിൽക്കണ്. അത് അവരാ ഇതിന് എസ്കേപ്പ് ചെയ്തതാ ട്രെയിനിൽ നിന്ന്. അപ്പൊ അവരെന്നിട്ട് നേരെ എടുത്തു പോയിട്ട് നല്ല സൗഹൃദത്തോടെ വർത്താനം പറഞ്ഞു. മക്കളെ, എന്താ മക്കളെ, വീട്ടിൽ പോകണ്ടേ, ഫുഡൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞ് സ്നേഹം കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നല്ല ഭക്ഷണം വിളമ്പി വെച്ചു ഡിന്നറിന്. എന്നിട്ട് ഓരോരുത്തരെ വിളിച്ച് പുറത്തോട്ട് കൊണ്ടു. ജസ്റ്റ് ഒരു കോട്ടേജ് പോലത്തെ ഒരു ഏരിയക്ക് അവിടെ കൊണ്ടുപോയിട്ട് നേരെ ഗൺഷോട്ട് ചെയ്ത് കൊല്ലു. ആ പെണ്ണ് അങ്ങനെ 19-20 പിള്ളേരെ കൊന്നേക്കണം. അങ്ങനെ കൊന്നിട്ടുണ്ട്. ചെറിയ പിള്ളേരോട് പോലും ഇങ്ങനെയാണ് കാണിക്കണേ. എത്രത്തോളം ക്രൂവാലിറ്റി ആലോചിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മൂന്നാമത്തെ ക്രൂവാലിറ്റിയെ പറ്റി പറയുമ്പോൾ 1939 നടക്കുന്നത്. അവിടെ പോളണ്ടിലേക്ക് ഇവർ ഇൻവാജിനേറ്റ് ചെയ്യും. അതായത് ഇയാൾക്ക് കുറച്ച് ലീഡറായി മുപ്പര്, വലിയ ആളെന്ന് കണ്ടപ്പോൾ മുപ്പർക്ക് എന്ത് ചെയ്തു? കുറച്ചും കൂടി അധികം സ്ഥലങ്ങളെങ്കിൽ പിടിച്ചെടുക്കണം. അങ്ങനെ പോളണ്ടിലേക്ക് ഒരു വില്ലേജിലേക്ക് അവർ ഇൻവാജിനേറ്റ് ചെയ്യും. വലിയ ടാങ്ക്സ്, ഗൺസ്, സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവിടുത്തെ വില്ലേജിലെ കുറെ ആൾക്കാരെ, 33,000 ആൾക്കാരെ കൊല്ലും. ജൂതന്മാരാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. പക്ഷെ നോർമൽ ആയിട്ടുള്ള യൂറോപ്യൻസ് ആൾക്കാർ മരിക്കണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ കൊല്ലുക. പിന്നെ ഹിറ്റ്ലറിന്റെ ഓഫീസേഴ്സിന് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചറ്റാക്ക് ചെയ്യുമല്ലോ. ഓഫീസറിന് എന്തെങ്കിലും പറ്റി മരിച്ചു കഴിഞ്ഞാൽ ആ ദേഷ്യം ഇവരെടുത്ത് തീർക്കുക. അങ്ങനെയൊക്കെ ഭയങ്കര ക്രൂവാലിറ്റീസാ. ഇത് ഈ ഒരു പോളണ്ട് ഇൻവാജിനേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം സെക്കൻഡ് വേൾഡ് വാറിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് പറയാം. ഇതൊരു ഭാഗം ഹിറ്റ്ലർ എങ്ങനെ ഈ ഒരു പൊസിഷനിലെത്തി, ഈ ലീഡർ എങ്ങനെ ആയി, ഇതിനെ പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇനി എന്തായാലും ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഹിറ്റ്ലറിനെ കുറിച്ച് ഹിറ്റ്ലറിന്റെ ചെറുപ്പത്തിലെ ലൈഫ് എങ്ങനെയായിരുന്നു, മൂപ്പര് എങ്ങനെ ഇവിടെ എത്തി, അതുപോലെ തന്നെ മൂപ്പർക്ക് അഫയേഴ്സ് ഉണ്ട് കുറെ. അത് നല്ല രസമാണ്. അഫയേഴ്സാ, നടിമാരായിട്ടും ചെറിയ പിള്ളേരായിട്ട് മൂപ്പർക്ക് അഫയർ. അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് വേണമെങ്കിൽ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പൊ എന്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം. എങ്ങനെയാണ് ഹിറ്റ്ലർ മരിച്ചത്? ഹിറ്റ്ലർ സ്വന്തമായിട്ട് സൂയിസൈഡ് എന്ന് പറയണം. സൂയിസൈഡ് എന്ന് പറഞ്ഞു. നമ്മള് ലോക്കല് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെയിലറിൽ ഞാൻ കണ്ടപ്പോ സംഭവമാണ് അതിലെന്തെങ്കിലും അത്യാവസ്ഥ ഉണ്ടാവും. ശരിക്കും റിപ്പോർട്ട്സ് അനുസരിച്ച് പറയുന്നത്, അതായത് ഇയാളെ പിടിക്കാൻ പോവാണ് ആൾക്കാർ. ഇയാളെ ലോസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇയാളുടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആളുടെ അണ്ടർഗ്രൗണ്ടിൽ വെച്ചിട്ട് മൂപ്പര് ഭാര്യ ഉണ്ട്. ഭാര്യ വിഷം കഴിച്ചു മരിച്ചു. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ സ്വന്തമായിട്ട് ഗൺ വെച്ചിട്ട് ഹെഡ് ഷോട്ട് ചെയ്തു. എന്നിട്ട് ഈ ഡെഡ് ബോഡി കിട്ടാണ്ടിരിക്കാൻ ഇവന്റെ നാസി പാർട്ടിയിലെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, എന്റെ ബോഡി പോവരുത്, അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ട് ആ ബോഡി എടുത്ത് ഈ പാർട്ടിക്കാർ തന്നെ കത്തിച്ചു. അങ്ങനെയാണ് ശരിക്കും ഹിറ്റ്ലർ മരിച്ചിട്ടുള്ള. അണ്ടർസ്റ്റാൻഡ് എവരിതിങ്. ഒടിയ വന്ന് കൊന്നതല്ല.
അപ്പൊ ഗൈസ്, അപ്പൊ അതാണ് ഹിറ്റ്ലറിന്റെ ടോപ്പ് 3 ക്വാളിറ്റീസ്. സംഭവം അത് അങ്ങനെ ചുരുക്കി പറഞ്ഞതാണ് guys. കുറെ കാര്യങ്ങൾ പറയുകയാണ് ഹിറ്റ്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. വിൽ ബി അപ്ലോഡിംഗ് വീഡിയോ സൂൺ, സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. കുറെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, റിയൽ ലൈഫ് സ്റ്റോറീസും അതേപോലെ കുറെ ഇൻസിഡൻസും മിസ്റ്ററീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു guys. സോ മച്ച്.